മലയാറ്റൂർ മലമുകളിലെ പള്ളി അങ്കണത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇതൊരു തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് തന്നെ ഭക്തിഗാനങ്ങളാൽ സംഗീത സാന്ദ്രമാണ് ഇവിടം. ആനകുത്തിയ പള്ളിയെക്കുറിച്ച് ഇവിടെ ചെറിയൊരു വിവരണം എഴുതി വെച്ചിട്ടുണ്ട്. മലമുകളിലെ ഏറ്റവും പുരാതന കപ്പേള സ്ഥാപിതമായത് 1595 എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 1968 വരെ കുരിശുമുടി ഘോര വനമായിരുന്നു എന്നും ഇവിടെ പറയുന്നുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ധാരാളം വന്യ മൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് കാട്ടാനകൾ ഈ പള്ളിയെ ആക്രമിച്ചിട്ടുണ്ടെന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആനകുത്തിയ പള്ളി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആനകുത്തിയ ഭാഗം ഇവിടെ ഗ്ലാസ് ഇട്ട് അതിനെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഈ പള്ളി പലതവണ പുതുക്കി പണിതിട്ടുണ്ട്. കാരണം പഴയ പള്ളിയാണല്ലോ, അത് പുതുക്കി പണിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു ഭാഗം മാത്രം, ആനകുത്തിയ ഭാഗം മാത്രം അതുപോലെ തന്നെ സംരക്ഷിച്ചിരിക്കുകയാണ്. ശരിക്കും ഈ പള്ളി ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. നല്ലൊരു താഴ്വാരം നമുക്ക് കാണാൻ സാധിക്കും. കാലടി മഞ്ഞപ്ര പ്ലാന്റേഷൻ ഭാഗമാണ് ഇപ്പോൾ നമ്മളിവിടുന്ന് കാണുന്നത്. വിശുദ്ധ തോമസ് ലീഹ ഈ മലയിൽ ധ്യാനിച്ചിരുന്നപ്പോൾ വെള്ളത്തിനായി പാറയിൽ കുത്തിയെന്നും അപ്പോൾ ഒരു ഉറവ പുറപ്പെട്ടു. ആ ഉറവിൽ നിന്നും അദ്ദേഹത്തിന് കുടിക്കാനുള്ള ജലം ആവശ്യത്തിന് കിട്ടിയെന്നാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ ഒരു കിണറുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ആനകുത്തിയ പള്ളി, അതാണ് ആദ്യമായിട്ട് ഇവിടെ സ്ഥാപിച്ച പള്ളി. അതിനുശേഷം സ്ഥാപിച്ച ഒരു കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു പള്ളിയാണിത്. ഇതിന് തന്നെ 200 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് മലയാറ്റൂർ മലയിലുള്ള പൊന്നും കുരിശ്. ഈ കുരിശ് സ്ഥാപിച്ചതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തോമസ് ലീഹ ദീർഘനേരം ഇവിടെ ഒരു പാറയുണ്ടായിരുന്നു. ആ പാറയുടെ മുകളിലിരുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം തൻ്റെ വിരൽ കൊണ്ട് ഒരു കുരിശ് വരച്ചു. അതിനുശേഷം രാത്രി, ഇവിടെ കാടാണല്ലോ, അപ്പോൾ ഇവിടെ വേടന്മാരുണ്ടായിരുന്നു. അവർ വന്ന് ഈ കുരിശടയാളം കാണുകയും അവരുടെ ആയുധം വെച്ച് ഇവിടെ കുത്തിയപ്പോൾ രക്തം വന്നു എന്നാണ് വിശ്വാസം. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഈ പൊന്നും കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. വിശുദ്ധ തോമസ് ലീഹായുടെ പാദസ്പർശമേറ്റ പുണ്യസ്ഥലമാണിത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പാറമേൽ അദ്ദേഹത്തിൻ്റെ പാദം പതിഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിരവധിയായിട്ടുള്ള ആളുകൾ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 1200 അടി ഉയരത്തിലാണ് ഈ മലയാറ്റൂർ മല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ ഇതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ മലയാറ്റൂർ ചിറ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങ് ദൂരെ പെരിയാർ ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് കൃഷിയിടങ്ങളും ഫോറസ്റ്റിൻ്റെയൊക്കെ ദൂരക്കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേര സമയത്തുമാണ് ഇവിടെ വരാൻ പറ്റിയ ഒരു സമയം.